വരും ഗോവിന്ദ. യുദ്ധത്തിന്റെ ഫലം എന്തായിരിക്കും? നമുക്കത് അറിഞ്ഞേ മതിയാകൂ ഗോവിന്ദ. യുദ്ധം സദാ വിനാശം മാത്രമേ വിതയ്ക്കുകയുള്ളൂ പാഞ്ചാലി. രണഭൂമിയിൽ നിന്നും യാതനയും ദുഃഖവും മാത്രമാണ് ജന്മമെടുക്കുന്നത്. പാഞ്ചാലി, നിന്റെ 5 പതിമാർ മാത്രമൊഴികെ ശന്തനു മഹാരാജാവിന്റെ കുലത്തിലെ സമസ്ത ദീപങ്ങളും അണയുന്നതായിരിക്കും. സമഗ്ര വംശത്തിന്റെയും നാശം ഈ യുദ്ധത്തിൽ സംഭവിക്കുന്നതായിരിക്കും. മനുഷ്യ ജീവിതത്തിലെ ഓരോരോ നിമിഷങ്ങളും മൃത്യുവിലേക്ക് തന്നെയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് സഖി. വാസ്തവത്തിൽ മനുഷ്യർ പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ മൃത്യുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? വസന്തകാലത്തിൽ വൃക്ഷങ്ങളിൽ തളിർക്കുന്ന ഓരോരോ ഇലകളും ശിശിരകാലമാകുമ്പോൾ പൊഴിയുവാൻ വേണ്ടി തന്നെയല്ലേ തളിർക്കുന്നത്? അങ്ങനെ അവ തളിർത്ത് കഴിയുമ്പോൾ ഭയങ്കരമായ കൊടുങ്കാറ്റ് വൃക്ഷത്തിന്റെ കടപുഴക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ വൃക്ഷത്തിന്റെ ഓരോ ഇലകളും സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ആ വൃക്ഷത്തിൽ തന്നെ നിലയുറപ്പിക്കുവാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. പിന്നീട് മഞ്ഞ നിറം പടരുമ്പോൾ സരളമായി തന്നെ അവ പൊഴിഞ്ഞു വീഴുകയും ചെയ്യും. ഈ സൃഷ്ടിയും ഒരു മഹാവൃക്ഷമാണ് സഖി. അപ്പോൾ ഓരോ മനുഷ്യരും ഓരോ പക്ഷി മൃഗാദികളും ഈ വൃക്ഷത്തിൽ തളിർക്കുകയും പൊഴിയുകയും ചെയ്യുന്ന ഇലകൾ മാത്രമാണ്. പൊഴിയുകയെന്നത് നിശ്ചയിക്കപ്പെട്ടതാണ്. എന്നാൽ വൃക്ഷത്തിൽ എപ്പോൾ വരെ സ്ഥാനമുണ്ടോ അപ്പോൾ വരെ സംഘർഷവും ശാന്തി ഇവ രണ്ടും ആസ്വദിക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ്.